ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടമിലേക്ക് സ്വാഗതം. വർത്തമാനകാല ജീവിതത്തിൽ തിരുസഭ കലാസാഹിത്യ രംഗങ്ങളിലൂടെ അവഹേളിക്കപ്പെടുന്നു എന്ന ഒരു വലിയ ആക്ഷേപം നാം ഉയർന്നു കേൾക്കുന്നു. വാസ്തവത്തിൽ സിനിമയും കലയും ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്നതാണോ, അതല്ലെങ്കിൽ സിനിമയിലൂടെയും കലയിലൂടെയും ധാർമ്മിക വിരുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ പ്രേരണ നൽകപ്പെടുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. ആദ്യമായി കലയും സാഹിത്യവും വഹിക്കുന്ന കടമ എന്താണെന്ന് നാം മനസ്സിലാക്കണം. പലപ്പോഴും സദാചാരവാദികളായ ധാർമ്മികതയുടെ കുത്തക ഏറ്റെടുത്തിട്ടുള്ള ആളുകൾ പറയുക നല്ല സന്ദേശങ്ങളുള്ള സിനിമ ഉണ്ടാകണമെന്നാണ്, നല്ല സന്ദേശമുള്ള കല ഉണ്ടാകണമെന്നാണ്. കലയും സാഹിത്യവും നല്ല സന്ദേശം പ്രചരിപ്പിക്കാനുള്ള മുദ്രാവാക്യങ്ങൾ പ്രയോഗിക്കാനുള്ള സ്ഥലമല്ല. ഒരു സിനിമയിലോ കലയിലോ സാഹിത്യത്തിലോ ആനുകാലിക ജീവിത ചുറ്റുപാടുകളെ കുറിച്ചുള്ള ധാരണകളും നിലനിൽക്കുന്ന വ്യവസ്ഥാ രാഹിത്യങ്ങളും ഒക്കെ ചിത്രീകരിക്കപ്പെടും. നമ്മുടെ ജീവിത ചുറ്റുപാടുകളാണ് സിനിമയിൽ ഉയർന്നു വരിക. അത് കുറച്ച് എക്സാഗ്രേറ്റ് ചെയ്തായിരിക്കും വരിക, അതേപോലെ തന്നെ ആയിരിക്കില്ല. പക്ഷെ നിലനിൽക്കുന്ന ചരിത്ര സാമൂഹ്യ പശ്ചാത്തലങ്ങൾ സിനിമയുടെയും കലയുടെയും ചർച്ചാ വിഷയമായിട്ട് വരും. ഒരിക്കലും കലയും സിനിമയും മനുഷ്യനെ നയിക്കും എന്നൊരു ധാരണ നമുക്ക് വേണ്ട. കാരണം കാണുന്നത് കലയാണെന്നും സാഹിത്യമാണെന്നും സിനിമയാണെന്നും നല്ല ബോധമുള്ള ജനം തന്നെയാണ് നമ്മൾ. കാണുന്നതൊക്കെ അപ്പടി അനുകരിക്കുക എന്നൊരു നിലപാട് നമുക്കില്ല. ചിലപ്പോൾ വസ്ത്രങ്ങൾ ധരിക്കാം, ഹെയർ സ്റ്റൈൽ അതനുസരിച്ചാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാമെന്നല്ലാതെ പ്രേംനസീർ മരം ചുറ്റി ഓടുന്നത് കൊണ്ട് ഇതുവരെ ആരും മരം ചുറ്റി ഓടി പ്രണയിച്ചിട്ടില്ല. രജനീകാന്ത് വെടിയുണ്ട പിടിക്കുന്നത് കണ്ട് വെടിയുണ്ട കടിച്ചു പിടിക്കാമെന്ന് ആരും തീരുമാനിച്ചിട്ടില്ല. ഒരിക്കലും സിഗരറ്റോ പുകയില ഉൽപ്പന്നങ്ങളോ സിനിമ കണ്ടാണ് പരിചയിച്ചതെന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അപജയങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കൊള്ളരുതായ്മകൾ, സമൂഹത്തിലെ അനീതികൾ ഒക്കെ സിനിമയിൽ ചർച്ചാ വിഷയമാവും. ഒപ്പം പരിഹാസങ്ങളും ഉണ്ടാവും. ഈ പരിഹാസങ്ങളൊക്കെ നമുക്ക് നമ്മെ പരിശോധിക്കാനും വിശുദ്ധീകരിക്കാനുള്ള അവസരങ്ങളായി നാം തിരിച്ചറിയുമെങ്കിൽ യഥാർത്ഥത്തിൽ സിനിമ കാണിക്കുന്നത് കൊള്ളരുതായ്മയാണെങ്കിൽ ആ കൊള്ളരുതായ്മയ്ക്കെതിരെ ജീവിക്കാനുള്ള ഒരു ധാർമ്മിക ബലമാണ് നമുക്കുണ്ടാകുക. നമ്മളൊരു അനീതി കാണുന്നു, ആ അനീതി കാണുന്നത് നമ്മെ അനീതി ചെയ്യാൻ പ്രേരിപ്പിക്കുകയല്ല, ആ അനീതിക്കെതിരെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കാൻ. വിശ്വാസം നമുക്ക് നൽകേണ്ടത് ഈ ഒരു ബലമാണ്. സമൂഹത്തിൽ കാണുന്ന ഒരു തിന്മ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോശപ്പെട്ട പ്രവൃത്തി ചെയ്യാതിരിക്കേണ്ടതുണ്ട് എന്ന പാഠം വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ വിശ്വാസം അതിനുള്ള ബലം നമുക്ക് നൽകുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് എന്തോ പിഴവുണ്ടെന്നാണ് ഇരവാദം കൊണ്ട് നേടാവുന്ന ഒരു കാര്യമല്ല. വളരെ നാളുകളായി കേൾക്കുന്നതാണ് സിനിമയിലൂടെ തിരുസഭ അവഹേളിക്കപ്പെടുന്നു. ഇപ്പൊ കുമ്പസാരം അവഹേളിക്കപ്പെടുന്നു. കുമ്പസാരം, സിനിമയിൽ കാണുന്ന കുമ്പസാരം ഒറിജിനൽ അല്ലെന്ന് എല്ലാ വിശ്വാസികൾക്കും അറിയാം. കാരണം കുമ്പസാരത്തിൽ അങ്ങനെയൊന്നും അല്ല സംഭവിക്കുന്നത്. കുമ്പസാരിച്ച കാര്യം ഒരു പുരോഹിതൻ എഴുതുകയോ കുമ്പസാരിച്ച ആൾ ചെന്ന് ഒരു കഥ എഴുതുകയോ ചെയ്യുകയല്ലോ ചെയ്യുന്നത്. പുറമേയുള്ള ഒരാൾ കഥ എഴുതുന്നു, അയാൾ കുമ്പസാരക്കൂട് അറിയാം, കുമ്പസാരം എന്ന കാര്യം അറിയാം, അവിടെ പാപമാണ് പറയുന്നത് അറിയാം, പുരോഹിതനാണ് പാപം മോചിക്കുന്നതെന്ന് അറിയാം. ഇത്ര മാത്രമേ ധാരണയുള്ളൂ. ഇത് പുറമേ നിന്ന് കണ്ട കാഴ്ചയാണ്. ഈ കാഴ്ചക്കനുസരിച്ച് കുമ്പസാരത്തെ ചിത്രീകരിക്കും. ആ ചിത്രീകരിക്കുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഫലിത രൂപേണയോ വിമർശനപരമായോ ഒക്കെയുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. എല്ലാവരും കുമ്പസാരത്തെ അംഗീകരിക്കുന്നവരല്ലല്ലോ. 800 കോടി മനുഷ്യരുണ്ട്. വിശ്വാസികളായ നമ്മളാണ് കുമ്പസാരത്തെ വലിയ കാര്യമായിട്ട് കാണുന്നത്. പുറമെയുള്ളവരെ സംബന്ധിച്ച് ഇതൊരു ആചാരമോ അപഹാസ്യമായ രംഗമായി തോന്നിയേക്കാം. അങ്ങനെ തോന്നുന്നവർ അവഹേളിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. അവർക്കത് മനസ്സിലായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, കുമ്പസാരക്കൂടുകൾ കുഴപ്പങ്ങളിൽ ചാടിയിട്ടില്ലേ? ചാടിയിട്ടുണ്ടല്ലോ. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. തിരുസഭയ്ക്കകത്ത് കുറവുകൾ ഉണ്ട് എന്നുള്ളത് പോരായ്മയല്ല. നമ്മൾ നിരന്തരമായി ധാർമ്മിക ബോധത്തിലും ക്രിസ്തുബോധത്തിലും നിലനിന്ന് മുമ്പോട്ട് പോകാനുള്ള ശ്രമത്തിലാണ്. ആ ശ്രമത്തിനിടയ്ക്ക് പിഴവുകൾ ഉണ്ടാകാം, പുരോഹിതരുടെ ഭാഗത്ത് കുറവുകൾ ഉണ്ടാകാം, വീണുപോയ പുരോഹിതരുണ്ട്, വിശ്വാസികളുണ്ട്. വിശ്വാസികളും പുരോഹിതരും വീണു പോകുമ്പോൾ ലോകം ആക്ഷേപിക്കും. അത് ലോകത്തിന്റെ കുറ്റമല്ല. കാരണം ലോകം ഒരു മൂല്യമായിട്ട് കാണുന്നത്, ഒരു വാല്യുബിൾ ആയിട്ട് കാണുന്നത് ഈ കുമ്പസാരത്തെയാണ്, പുരോഹിതനെയാണ്, ക്രൈസ്തവ വിശ്വാസത്തെയാണ്. അത് കാണാതെ വരുമ്പോൾ, അതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടെന്ന് കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നത് ഒരു ആക്ഷേപമായിട്ടല്ല കരുതേണ്ടത്. അവർ നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതക്രമത്തെ അംഗീകരിക്കുന്നുണ്ട്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ നിലപാടുകൾക്കനുസരിച്ചല്ല നമ്മളെങ്കിൽ അത് തിരുത്താനായിട്ട് ലോകം നമ്മുടെ നേരെ വിരൽ ചൂണ്ടുന്നുണ്ട്. നമ്മളാണ് മാറേണ്ടത്. നമ്മൾ മറ്റുള്ളവരെ ആക്ഷേപിക്കുകയല്ല വേണ്ടത്. നമുക്കറിയാം, തിരുനാളുകളിൽ അടിയുണ്ടാകുന്നു സിനിമയിൽ വരാം.
സിനിമയിലെ ആഘോഷങ്ങൾക്കിടയിൽ അടി ഉണ്ടാകാറുണ്ട്. വിവിധങ്ങളായ ആഘോഷങ്ങൾക്കിടയ്ക്ക്, ഉത്സവത്തിന്റെ ആഘോഷത്തിനിടയ്ക്കുള്ള അടികളുള്ള സിനിമകളുണ്ട്. പലതരത്തിൽ ഉണ്ടാകാം. ഈ അടികളൊക്കെ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണോ? ഇനി അങ്ങനെ ആള് കൂടുന്നെടുത്ത് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായ കഥകളില്ലേ? ആ കഥകളൊക്കെ ഉപജീവിക്കും. മാത്രമല്ല, നമ്മുടെ സമൂഹത്തിന്റെ വർത്തമാനകാല പരിച്ഛേദം എടുക്കുമ്പോൾ അവിടെ ഒരുപക്ഷെ അടിയായിട്ട് എത്തുന്നില്ലെങ്കിലും അതിനോടടുത്ത് എത്രയോ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ അടുത്ത നാളുകളിൽ നമ്മൾ ദേവാലയത്തിനകത്ത് കണ്ട അടികൾ ലൈവായിട്ടല്ലേ കണ്ടത്, സിനിമയായിട്ടല്ലല്ലോ. പലപ്പോഴും അതിന് ന്യായാന്യായങ്ങളൊക്കെ മാറ്റി നിർത്ത്, ബലിപീഠത്തിനടുത്ത് വരെ അടിയുണ്ടാകുന്ന സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടായി. നമ്മുടെ സമൂഹത്തിനകത്ത് ക്രൈസ്തവ വിശ്വാസത്തെയും ബോധ്യത്തെയും കൂതാശയും സംബന്ധിച്ചുണ്ടായ വീഴ്ചകളാണ്. ആ വീഴ്ചകൾ അങ്ങനെ നിലനിൽക്കെ സിനിമയിൽ ഇങ്ങനെ കാണിച്ചു, പെരുന്നാളിന് അടിയുണ്ടായത് കാണിച്ചത് ക്രൈസ്തവ അവഹേളനമാണെന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ തന്നെയാണ് നമ്മൾ അവഹേളിക്കുന്നത്. നമ്മൾ നമ്മുടെ വിശ്വാസത്തിനെതിരായിട്ട് എത്രയോ നിലപാടുകൾ ദേവാലയത്തിനകത്ത് തന്നെ എടുക്കുന്നുണ്ട്. ദേവാലയത്തിനകത്ത് പ്രണയം കാണിക്കുന്നു. ദേവാലയത്തിനകത്ത് പ്രണയം കാണിക്കും. മനുഷ്യരുള്ളടത്ത് പ്രണയം ഉണ്ടാവും. പ്രണയം ഉണ്ടായാൽ എന്താണ് അതിൽ പെശക്? ദേവാലയത്തിനകത്ത് കാണിക്കുന്ന പ്രണയം കുട്ടികളൊക്കെ ദേവാലയത്തിൽ പ്രണയം ഉണ്ടാകാനുള്ള സാധ്യതയായിട്ട് കാണാമോ? വേറൊരിടത്ത് കേട്ടത് സിനിമയ്ക്കകത്തുള്ള വയലൻസിനെ കുറിച്ചാണ്, മദ്യം പോലുള്ള ഉപയോഗത്തെ കുറിച്ചാണ്. മദ്യവും മയക്കുമരുന്നും സിഗരറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് അതിന്റെ കൊള്ളരുതായ്മകൾ കാണിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് അങ്ങനെ തന്നെ കാണിക്കുക എന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെ എടുത്ത് കാണിക്കുക എന്നുള്ളത്. ഒരു കൊള്ളരുതായ്മയെ കൊള്ളരുതായ്മയായിട്ട് കാണിക്കും. ഒരു കൊലപാതകം നടക്കുന്ന ഒരു സമൂഹം, ഒരു കൊലപാതക സാഹചര്യം, കൊലപാതകം നടന്നൊരു സംഭവത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കുക? അതിന് നമ്മൾ കലാസാഹിത്യ രംഗത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ കലയും സാഹിത്യവും അതിനെ ഉയർത്തിക്കാട്ടുമ്പോൾ നിലനിൽക്കുന്ന ഒരു അവസ്ഥയെ വിമർശിക്കാനായിട്ടും അത് തന്നെയാണ് ഉപയോഗിക്കുക. ഈ അടുത്തുണ്ടായ സിനിമകളിലെ കാര്യം പറഞ്ഞുകൊണ്ടാണ് വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. അതിനകത്ത് മദ്യം, മയക്കുമരുന്ന്, അടിപിടികളൊക്കെ ഉണ്ടാവുന്നു. അങ്ങനെ ഉണ്ടാകുന്ന സിനിമകളിലത്ത് അതിനകത്ത് ഗാനരംഗങ്ങൾ, ആ ഗാനത്തിലൊക്കെ ഹ്യൂമാനിറ്റി കയറി വരുന്നു. അങ്ങനെ പറഞ്ഞ് ഇതൊക്കെ ഈ കലകളൊക്കെ നമ്മളെ നശിപ്പിക്കുകയാണ്, വിശ്വാസത്തിനെതിരായ പ്രതിസന്ധിയാണ് ഇതെന്ന് ധരിപ്പിക്കുകയാണ്. വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിനകത്ത് നടക്കുന്നത്, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കാൻ ഒരു കലയ്ക്ക് ബാധ്യതയില്ലേ? രസകരമായ ഒരു കാര്യം, വിശ്വാസത്തിനെതിരായ എത്രയോ പരസ്യങ്ങളാണ് വരുന്നത്. ഒരു വിമർശനവുമില്ല. വിശ്വാസമല്ലേ എല്ലാം എന്ന് ചോദിച്ചിട്ട് സ്വർണത്തിന്റെ പരസ്യം വന്നു. നമുക്ക് ഒരു വിരോധമില്ല. എത്രയോ തരം അബദ്ധങ്ങളാണ് പരസ്യങ്ങളിലൂടെ കടത്തിവിടുന്നത്. ഈ ഇല്ലുമാനിറ്റി പോലുള്ള സംഗീതങ്ങൾ എത്രത്തോളം പരസ്യങ്ങളിലൂടെ വരുന്നുണ്ട്. പരസ്യങ്ങളെയൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ അകത്തേക്ക് കുത്തിക്കയറ്റുന്നത്. യാതൊരു പരാതിയുമില്ല. കല ചെയ്യുന്ന പ്രവൃത്തി സമൂഹത്തിനകത്ത് നിലനിൽക്കുന്ന എല്ലാത്തരം കാര്യങ്ങളെയും തുറന്നു കാട്ടുകയാണ്. ആ തുറന്നു കാട്ടുമ്പോൾ അത് എക്സാഗ്രേറ്റ് ചെയ്തും കാട്ടാം. അങ്ങനെ കാട്ടുമ്പോൾ ആ കല കാണിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണകൾ നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് നാം സ്വീകരിക്കുകയും ഒരു നിലപാടുണ്ടാക്കുകയും ചെയ്യുന്നതിന് പകരം ഇതെല്ലാം ലോകത്തെ നശിപ്പിക്കുന്നവയാണെന്ന് പറഞ്ഞാൽ, ലോകത്ത് 800 കോടി മനുഷ്യരുണ്ട്, പല വിശ്വാസങ്ങളുള്ളവർ, പല രീതി ജീവിക്കുന്നവർ, പല ധാരണകളുള്ളവർ. ആ ധാരണകളുള്ളവർക്കെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുള്ള, ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ലോകത്താണ്. ആ സ്വാതന്ത്ര്യത്തെ നാം ഇങ്ങനെ അവമതിക്കേണ്ടതുണ്ടോ? ഇത് ഏതെങ്കിലും മാഫിയയുടെ പണിയാണ്, ഇത് ഏതെങ്കിലും മതവിഭാഗത്തിന്റെ പണിയാണ്, മറ്റു സമുദായങ്ങളുടെ ആക്രമണമാണ്, വിശ്വാസത്തിനെതിരെയുള്ള ആക്രമണമാണെന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ആക്രമിക്കാൻ ആർക്കാണ് ശക്തി? നരക കവാടങ്ങൾ പ്രബലപ്പെടാത്ത സഭയാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ജീവിതം, ക്രിസ്തുവിനെ അറിഞ്ഞ് നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ മനസാക്ഷിക്ക് അനുസരിച്ച് ജീവിച്ച് കാണിക്കുകയാണ് വേണ്ടത്. ആഡംബരങ്ങളിൽ മുഴുകുന്നതിനെ കുറിച്ചോ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളോ ഉയരുമ്പോ ആഡംബരങ്ങളിലാണോ നമ്മളൊന്നൊന്ന് പരിശോധിക്കുക. നമ്മൾ ജീവിക്കുന്നത് ആഡംബരത്തിലാണോ? നമ്മൾ ദരിദ്രനോട് വിവേചനം കാട്ടുന്നുണ്ടോ? നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കാതെ പോകുന്നുണ്ടോ? നമ്മൾ വിശ്വാസത്തിന്റെ പേരിൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നവരായി മാറുന്നുണ്ടോ? നമ്മുടെ സമ്പത്ത് കുന്നുകൂടുന്നുണ്ടോ? ദരിദ്രർ അവഗണിക്കപ്പെടുന്നുണ്ടോ? ഇതേക്കുറിച്ച് നമ്മളാണ് ആലോചിക്കേണ്ടത്. നമുക്ക് നിലപാടുണ്ടാവണം. ഞാൻ എങ്ങനെ ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ട് ജീവിക്കണം? എന്താണ് എന്റെ നിലപാട്? ഞാൻ ആരുടെ പക്ഷം ചേരണം? ഇത് സംഘപരിവാർ പറയുന്ന പല ആശയങ്ങളും ക്രമേണ നമ്മൾ ഏറ്റു പറയാൻ തുടങ്ങുന്നു. ഇപ്പോ ലവ് ജിഹാദ് അങ്ങനെ ഏറ്റു പറഞ്ഞൊരു വിഷയമാണ്. ആദ്യം പറഞ്ഞത് സംഘപരിവാറാണ്, നമ്മളത് ഏറ്റു പറയുന്നു. മട്ടാഞ്ചേരി മാഫിയ എന്ന സിനിമയെ കുറിച്ച് ആക്ഷേപിച്ചത് സംഘപരിവാറാണ്, നമ്മളത് ഏറ്റുപിടിക്കുന്നു. നമ്മളത് ഏറ്റുപിടിക്കുമ്പോൾ ആലോചിക്കേണ്ടത്, നാം അറിയാതെ തന്നെ വിശ്വാസ വഴിയിൽ നിന്ന് മാറി കേവലമായ സാമുദായിക പ്രസ്ഥാനം എന്ന നിലയിലേക്ക് അധപ്പതിക്കും, മതമെന്ന നിലയിലേക്ക് അധപ്പതിക്കും. നാം ക്രിസ്തു വിശ്വാസത്തിലാണ്. നമ്മുടെ വിശ്വാസം അനുസരിച്ച് നാം എങ്ങനെയാണ്
പുരോഗമിക്കേണ്ടത് നമ്മൾ മറ്റുള്ളവരെ വിമർശിച്ചുകൊണ്ടല്ല, മറ്റുള്ളവർക്കെതിരെ നിന്നുകൊണ്ടല്ല, കൊടി പിടിച്ചുകൊണ്ടല്ല, അടി നടത്തിക്കൊണ്ടല്ല. നമ്മൾ നമ്മുടെ വിശ്വാസം ജീവിത വഴിയിൽ പ്രയോഗിക്കണം. നമ്മുടെ തിരുനാളാഘോഷങ്ങൾ ആഡംബരങ്ങളായി പോകുന്നതിനെ കുറിച്ച് നമുക്കെന്താ വിമർശനമില്ലാത്തത്? ലക്ഷങ്ങൾ മുടക്കി, കോടികൾ മുടക്കി ആഘോഷങ്ങൾ നടത്തുന്ന നമുക്ക് എന്താണ് പ്രഘോഷിക്കാനുള്ളത്? ഒരു തിരുനാൾ പ്രഘോഷിക്കേണ്ടത് വിശുദ്ധന്റെയോ വിശുദ്ധയുടെയോ ജീവിതത്തിന്റെ പുണ്യമാർഗത്തെയാണ്. ദരിദ്രനായ അസീസിലെ തിരുനാൾ നടത്താൻ ലക്ഷങ്ങൾ മുടക്കുമ്പോൾ നാം അറിയേണ്ടത് ഈ വിശുദ്ധനെയും വിശ്വാസത്തെയും അവഹേളിക്കുകയാണ് നമ്മൾ. എന്നിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തിരുനാളിനകത്ത് അടിയുണ്ടായത് ചിത്രീകരിച്ച് കാണിച്ചു എന്ന്. തിരുനാളിനകത്ത് അടിയുണ്ടായത് ചിത്രീകരിച്ച് കാണിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവാറില്ലെന്ന് തിരുനാളിൽ പങ്കെടുത്തുള്ള നമുക്ക് പലർക്കും അറിയാവുന്നതല്ലേ. അങ്ങനെ അറിയാവുന്ന നമ്മൾ എങ്ങനെയാണ് തിരുനാളിനകത്ത് ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് കേട്ട് അസ്വസ്ഥരാകുന്നത്? ഇനി നമ്മെക്കുറിച്ച് ആക്ഷേപങ്ങളും ഫലിതങ്ങളും പറയുമ്പോൾ നമ്മൾ എന്തിനാണ് അസഹിഷ്ണുക്കളാകുന്നത്? അസഹിഷ്ണുത ഒരു മതമാണ്. അസഹിഷ്ണുത എന്നൊരു മതമുണ്ട്. ആ അസഹിഷ്ണുതയുടെ ഭാരം നമ്മൾ തലയിൽ വെക്കുന്ന എന്തിനാ? നമ്മളെ ആക്ഷേപിക്കുമ്പോഴും വിമർശിക്കുമ്പോഴും നമുക്കെതിരായി ആശയപ്രചാരണം ഉണ്ടാകുമ്പോഴും നമുക്കൊരു സാധ്യത മുമ്പിൽ തുറന്നു വരികയാണ്. നമ്മളെ ആക്ഷേപിക്കുമ്പോൾ ഒന്ന്, നമ്മൾ അങ്ങനെ അല്ലാതെ ജീവിക്കാൻ പഠിക്കുന്നു. രണ്ടാമത്, നമ്മൾ അങ്ങനെയല്ലെന്ന കാര്യം ലോകത്തിന് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു. അങ്ങനെ പ്രസന്റ് ചെയ്തുകൊണ്ട് യാഥാർത്ഥ്യം ഇതാണെന്ന് ലോകത്തെ കാട്ടിക്കൊടുക്കാനും നമ്മെ തന്നെ ദൈവസന്നിധിയിലും ലോകസമക്ഷവും സമർപ്പിക്കാനുള്ള വലിയൊരു അവസരം നമ്മുടെ മുമ്പിൽ വരികയാണ്. ആ അവസരത്തെ അവഗണിച്ചിട്ട് ഒരു ഇരവാദത്തിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോകുന്നു. ഇരവാദം എപ്പോഴും മതത്തിന്റെ സ്വഭാവമാണ്. കാരണം മതത്തിന് മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കണം, എക്സ്ക്ലൂഷൻ ഉണ്ടാകണം, മറ്റുള്ളവരെ പുറന്തള്ളണം, നമുക്കെതിരായ കുറെ പേരെ കണ്ടെത്തണം. അങ്ങനെ ശത്രുവിനെ മുൻനിർത്തി നിലനിന്ന് പോകാവുന്നതല്ല ക്രൈസ്തവ വിശ്വാസം. അടിച്ചമർത്തപ്പെട്ടപ്പോഴൊക്കെ അടിച്ചമർത്തിയവർക്ക് വേണ്ടി നിലകൊണ്ട, നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ തയ്യാറായ ജീവന്റെ ഉറവിടമായ ക്രിസ്തുവിന്റെ ഭാഗത്താണ് നമ്മൾ. ഈ ലോകത്ത് ക്രിസ്തു കാട്ടിത്തന്ന ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു പുണ്യവശത്തെ, ഏതെങ്കിലും ഒരു ധാർമ്മിക മൂല്യത്തെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിശ്ചയമായും ഇതിനെതിരെ പ്രതികരിക്കാവുന്ന ഏറ്റവും നല്ല പ്രതികരണമാണ്. ആ പ്രതികരണത്തിന് പകരം നമ്മൾ ആലോചിക്കുന്നത് എങ്ങനെ ഇതിനെ തകർക്കാമെന്നാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ തിരുനാൾ ആഘോഷങ്ങളൊന്നും മദ്യത്തിൽ കുളിച്ചല്ലേ? നമ്മുടെ ഈസ്റ്റർ ആഘോഷിക്കുന്നത് മദ്യമില്ലാതെയാണോ? നമ്മൾ ആഘോഷിക്കുന്ന പല കാര്യങ്ങളിലും മദ്യവും ഭക്ഷണവും ഒക്കെ പ്രധാനമായിട്ട് വരികയും യഥാർത്ഥമായ ക്രൈസ്തവ സന്ദേശം മുങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ഈ ലോകത്ത് പട്ടിണി കിടക്കുന്ന അനേകരുള്ളപ്പോ ആഡംബരങ്ങളിൽ മുഴുകുന്നുണ്ട്. കുർബാന സ്വീകരണവും മാമുദിസയും വരെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി നടത്തുന്ന ആളുകളാണ് നമ്മൾ. അങ്ങനെ നടത്തുന്ന നമ്മൾ പൊള്ളയായ ക്രൈസ്തവ ജീവിതത്തെ കാട്ടിക്കൊടുക്കുന്ന നമുക്ക് എന്ത് അവകാശമാണ് വിമർശിക്കുമ്പോൾ പറയാനുള്ളത്? അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, നമ്മെ വഴിതെറ്റിക്കാൻ കുറെ പേരുണ്ട്, സൂക്ഷിച്ചോളണം, പേടിച്ച് ജീവിക്കണം എന്നല്ല പഠിപ്പിക്കേണ്ടത്. നമ്മെ വഴിതെറ്റിക്കാൻ ആർക്കും സാധ്യമല്ലെന്നാണ്. നമ്മെ വഴിതെറ്റിക്കാൻ സാധ്യമല്ല. നിങ്ങൾ കുട്ടികളെ കുറിച്ച് ഭയപ്പെടേണ്ട, ക്രിസ്തുവിനെ കൊടുക്കാൻ പഠിച്ചാൽ മതി. യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ കൊടുക്കാൻ പഠിച്ചാൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് മക്കളെ തുറന്നു വിടാം. എവിടെ പോയാലും, ഏത് അശുദ്ധിയിൽ പോയാലും, ഏത് സിനിമ കണ്ടാലും, ഏത് സാഹചര്യത്തിൽ പോയാലും ഒന്നിനും വഴങ്ങാത്ത ഈ ലോകത്തിന്റെ മൂല്യങ്ങളെ മാനിക്കാതെ ക്രൈസ്തവ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തികളായിട്ട് അവർ മാറും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് നാം എന്താണ് ചെയ്യുന്നത്, നമ്മുടെ പ്രവൃത്തികളുടെ പെശക് എന്താണ്, നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത്, എവിടെയാണ് ക്രിസ്തു മൂല്യത്തിൽ നമ്മൾ അകന്നു പോകുന്നത്? സഭാതർക്കങ്ങൾ, തമ്മിലുള്ള വഴക്കുകൾ, സാമ്പത്തിക അഴിമതികൾ, ക്രമക്കേടുകൾ, സഭയ്ക്കകത്തുള്ള പിഴവുകൾ, ഇതൊക്കെ നമ്മുടെ ചുറ്റും ഇങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ, മറ്റുള്ളവരാൽ വിമർശിക്കപ്പെടാനുള്ള നൂറ് അവസരങ്ങൾ നാം തന്നെ ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വിമർശകരെ മുഴുവനും അടച്ചാക്ഷേപിച്ച് സ്വയം സ്വസ്ഥമാകാമെന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. വിശ്വാസം ജീവിതം കൊണ്ട് പ്രഘോഷിക്കേണ്ട കാര്യമാണ്. യേശുക്രിസ്തു നിങ്ങളിൽ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി എന്താ? ക്രിസ്തു മാർഗത്തിലേക്ക് പുരോഗമിക്കുക. എനിക്കും നിങ്ങൾക്കും കുറവുകളുണ്ട്, നമ്മളൊക്കെ കുറവുള്ളവരാണ്. വീണു പോകുമ്പോൾ കൗതാശികമായി നമുക്ക് ഉയർത്തെഴുന്നേറ്റ് വരാനുള്ള സാധ്യതകൾ സഭയ്ക്കകത്തുണ്ട്. അത് ഉപയോഗിച്ച് എഴുന്നേറ്റ് വരാം. ലോകാനുരൂപിയായി പോകുന്നവരാണ് നമ്മളെന്ന് വന്നാൽ, ലോകത്തെ മുഴുവൻ അനുകരിക്കുന്നവരാണ് നമ്മളെന്ന് വന്നാൽ, പെശക് നമ്മുടെ വിശ്വാസ ജീവിതത്തിനാണ്. വിശ്വാസം അനുഷ്ഠിക്കുന്നതിൽ, വിശ്വാസം വഴിയെ ചരിക്കുന്നതിൽ നമുക്ക് എവിടെയോ പെശക് പറ്റിയിട്ടുണ്ടെന്നാണ്. യേശുക്രിസ്തുവിനെ മൂല്യമായി കാണുന്ന ഒരാളെ സംബന്ധിച്ച് ലോകത്തിന്റെ മയക്കുമരുന്നുകളിലേക്ക് അയാൾക്ക് പോകാനുള്ള യാതൊരു സാധ്യതയില്ല. ക്രിസ്തുവിനെ കൊടുക്കുന്നതിൽ പെശകുണ്ടായാൽ നിശ്ചയമായിട്ടും അയാൾ ഈ വഴി തിരിഞ്ഞു പോകും. അതുകൊണ്ട് സിനിമ കണ്ട ആരും വീണു പോകില്ല. ഈ കലാ സാഹിത്യ രംഗങ്ങളിലെ
സഭാവിമർശനങ്ങളോ ആക്ഷേപങ്ങളോ ഒരു ഇരവാദത്തിനുള്ള വകയായിട്ട് കാണരുത്. നമ്മൾ കാണേണ്ടത്, നമ്മുടെ ജീവിതത്തെ പരിശോധിക്കേണ്ടത് ക്രിസ്തുവുമായി ചേർത്ത് വെച്ചാണ്. വചനമായ ക്രിസ്തുവുമായി എനിക്കും നിങ്ങൾക്കുമുള്ള ബന്ധത്തെ സംബന്ധിച്ചും നമ്മളത് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമങ്ങളിലുള്ള വീഴ്ചതാഴ്ചകളെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടതും അതിനെ മറികടക്കേണ്ടതുമാണ് നമ്മുടെ കടമ. ഈ അടിസ്ഥാന കടമയെ വിസ്മരിച്ചുകൊണ്ടാണ് നാം എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരാണ് പിഴവുകളൊക്കെ കൊണ്ടിരുന്നത്. ലോകത്ത് മൂല്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് പാട്ട് കേൾക്കരുത്, കഥ വായിക്കരുത്, സിനിമ കാണരുത്, അപ്പുറത്തേക്ക് പോകരുത്, ഇപ്പുറത്തേക്ക് നോക്കരുത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് പകരം ക്രിസ്തുവിലേക്ക് നോക്കൂ, ക്രിസ്തുവിലൂടെ നോക്കൂ, ക്രിസ്തുവിനെ മറ്റുള്ളവരിൽ കാണൂ എന്ന് പഠിപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ പഠിപ്പിച്ചാൽ ലോകത്തെ മാറ്റിമറിക്കാനുള്ള ആന്തരിക ശക്തിയായി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. അവിടെയാണ് സഭ 2000 വർഷത്തെ അതിന്റെ പാരമ്പര്യം വഴി നേടിയ ആർജവം ഉപയോഗിക്കേണ്ടത്. അവിടെയാണ്. ആ ശക്തിക്ക് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. സ്വയം പരിശോധനയുടെ മാർഗത്തിൽ നമുക്കുണ്ടാകുന്ന വീഴ്ചകളും മറ്റുള്ളവരെ ആക്ഷേപിച്ച് നിലനിൽക്കാനുള്ള ശത്രു നിർമ്മിതിയുടെ പുതിയ സങ്കേതങ്ങളും സഭയെ ദോഷകരമായി ബാധിക്കും. അത്തരം പ്രഘോഷണങ്ങളും അത്തരം ആലോചനകളും നാം നിരാകരിക്കേണ്ടതുണ്ട്. സ്വയം വിമർശനപരമായി ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ആരെയും കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ ആരെയും മോശപ്പെടുത്താനോ അല്ല പറഞ്ഞത്. ഇത് നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്നുന്നൊരു വിപത്തായിട്ട് മാറും. വിശ്വാസ വഴിയെ ചരിക്കാനുള്ള നമ്മുടെ ബോധ്യത്തെ, ഉറപ്പിനെ അത് തകിടം മറിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ജീവിക്കുന്ന ജീവിത ചുറ്റുപാടുകളിൽ ക്രിസ്തുവിനെ എങ്ങനെ പകർത്തി കാണിക്കാമെന്നാണ്. ക്രിസ്തുവിനെ ജീവിതം കൊണ്ട് പകർത്തി കാണിക്കുമ്പോൾ അത് സിനിമയല്ല. സിനിമയിലൂടെയുള്ളതൊന്നും അനുകരിക്കപ്പെടില്ല. അനുകരിക്കപ്പെടുന്നത് ജീവിതത്തിലൂടെയാണ്. അപ്പൻ ആകുലപ്പെടാതെ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുന്നവനായി വീട്ടിൽ നിലകൊള്ളുമെങ്കിൽ മക്കൾ ദൈവത്തിലേക്ക് നോക്കും. എന്നെ ബഹുമാനിക്കണം എന്ന ദുർവാശി ഉപേക്ഷിച്ച് ദൈവത്തെ ബഹുമാനിക്കണം, കർത്താവിന്റെ ഇഷ്ടത്തിന് ചരിക്കണമെന്ന് മക്കളെ പഠിപ്പിച്ചാൽ, വിശ്വാസികളെ പഠിപ്പിച്ചാൽ അവർ അങ്ങോട്ട് തിരിയും. ഞാൻ വലിയവനാകാൻ ശ്രമിക്കുന്നിടത്തൊക്കെ ക്രിസ്തു തരം താഴ്ത്തപ്പെടും. അങ്ങനെ ക്രിസ്തു തരം താഴുന്നതിന്റെ വലിയ വലിയ അടയാളങ്ങൾ നമ്മുടെ ജീവിത ചുറ്റുപാടിൽ, വിശ്വാസ ജീവിതത്തിലുണ്ട്. അത് പരിഹരിക്കാനായിട്ട് സ്വയം വിമർശനപരമായും ആത്മപരിശോധനയിലൂടെയും ക്രിസ്തുവിലേക്ക് തിരിയാനാണ് നമുക്ക് കഴിയേണ്ടത്. അപ്രകാരമുള്ളൊരു ജീവിതം നയിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.